ഹായ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാട്ടുചേന എങ്ങനെ പൈൽസിനെ ശുദ്ധി ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ഗ്ലൗസ് ഇട്ട് വേണം നമ്മൾ ചെത്താൻ. ചിലപ്പം ഇത് ചൊറിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെത്തണം. തീരെ ചെറിയ പീസായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം, എങ്കിലേ ഇത് പെട്ടെന്ന് ഉണങ്ങി പൊടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഇത്ര പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മോരിൽ പുഴുങ്ങിയെടുക്കണം. നമ്മൾ ചേന ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വട്ടം കഴുകി, അതിൻ്റെ മണ്ണധികം ഇല്ലായിരുന്നു, എങ്കിലും മണ്ണൊക്കെ പോകുന്ന പോലെ കഴുകിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ഞാൻ അടിച്ച് മോരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മൺകലത്തിലാണ് അടുപ്പയിൽ വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൺകലത്തിൽ അടുപ്പയിൽ വെക്കാം. നമുക്കിനി ഇതിനകത്തിൽ ഈ മോര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഷ്ണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം തൈര് അല്ലെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ നമ്മുടെ മരുന്ന് പറ്റണം, പോലെ മോര് പിടിക്കണം, അതുപോലൊക്കെ പറ്റണം. നല്ലതായിട്ട് പറ്റിയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റത്തുള്ളൂ. ഉണങ്ങാനായിട്ട് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇനി നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചേന ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ചേന പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈൽസിന് കാട്ടുചേന എങ്ങനെയാണ് ഉപയോഗിക്കുന്ന വിധം ഒന്ന് പറയണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മോരൽ സ്ഫുടം ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കുടലിന് കംപ്ലൈൻ്റ് ഉണ്ടാവും. ഇതാണ് കാട്ടുചേന. ഇത് ശരീരം മുഴുവൻ ചൊറിയും. ഗ്ലൗസ് ഇട്ട് ഇത് എടുക്കാവും. ഇത് ലേഹ്യത്തിന്